ബലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ 2025 എല്ലാവരുടെയും ഒരു ഡ്രീം ഇയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. RCB ഫാൻസ് കൺഗ്രാറ്റുലേഷൻ. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യത്തെ IPL കിരീടം വിരാട് കോഹ്ലിയും RCBയും സ്വന്തമാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് സമ്മാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ 10K മാർക്കിന് വളരെ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ന്യൂസ് ലൂക്ക മോഡ്രിച്ചിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ റയൽ വിട്ടതിന് ശേഷം പുള്ളിക്ക് പല ടീമിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ AC മിലാൻ പുള്ളിക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. 2027 വരെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിലുണ്ട്. 3.5 മില്യന്റെ ഒരു സാലറി പാക്കേജ് ആണ് ലൂക്ക മോഡ്രിച്ചിന് വേണ്ടിയിട്ട് AC മിലാന്റെ ഡയറക്ടർ ഓഫർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മോഡ്രിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേക്ക് വാക്കായിരിക്കും. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ മോഡ്രിച്ചിന്റെ കളി നമ്മൾ പല ടീമിലും കണ്ടതാണ്. പുള്ളി ആ ഒരു ഫോം AC മിലാനിലും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിന്റെ ബാക്കപ്പ് ഗോൾ കീപ്പർ ആയിട്ടുള്ള കെലഹർ ഒഫീഷ്യലായിട്ട് ബ്രെൻഫോർഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. 18 മില്യന്റെ ഒരു പാക്കേജ് പ്ലസ് ആഡ് ഓൺ ആണ് പുള്ളിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. അലിസൺ ബെക്കർ ഇല്ലാത്ത സമയത്തൊക്കെ കെലഹറുടെ ഒരു പെർഫോമൻസ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ടീം ഗോൾ കീപ്പർ ആകാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരു പ്ലെയർ ആണ് കെലഹർ. പക്ഷെ ഇപ്പോ ബെക്കർ ഉള്ളിടത്തോളം കാലം കെലഹർക്ക് ഫസ്റ്റ് ടീമിൽ ഇറങ്ങാന്ന് പറയുന്നത് റയറായിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. എന്തായാലും പുള്ളിക്ക് ബ്രെൻഫോർഡിൽ നല്ല ഫോമിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ചെൽസിയുടെ സൈഡിൽ നിന്നാണ്. അപ്പൊ ചെൽസി ഒരു പുതിയ ഗോൾ കീപ്പറെ നോട്ടമിട്ടിട്ടുണ്ട്. മൈക്ക് മെയിനെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് മനസ്കയും ടീമും ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കറന്റ് ഗോൾ കീപ്പർമാരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് ചെൽസിയുടെ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഇപ്പൊ മെയിനൻ വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ പുള്ളിയാണ് പ്രൈമറി ടാർഗറ്റ് എന്ന കാര്യം ചെൽസി ക്യാമ്പിൽ നിന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് AC മിലാന്റെ സൈഡിൽ തന്നെയാണ്. AC മിലാന്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഇപ്പോ ടിയാനി റെയിൻഡറിനെ സൈൻ ചെയ്യാൻ വേണ്ടി സിറ്റി ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. 55 മില്യൺ അടുത്തുള്ള ഒരു ഓഫറാണ് AC മിലാന് സിറ്റി കൊടുക്കുന്നത് എന്ന് കേൾക്കുന്നു. പ്ലെയറുടെ സൈഡിൽ നിന്ന് പേഴ്സണൽ ടേംസ് ഒക്കെ ഓക്കെ ആണ്. എന്തായാലും റോഡ്രിയും റെയിൻഡറും ആയിട്ടുള്ള ആ ഒരു മിഡ്ഫീൽഡ് ഒരു വേറെ ലെവലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിറ്റി പതുക്കെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്നാണ്. ബ്രൂണോ തൽക്കാലം ടീം വിടുന്നില്ല എന്ന ന്യൂസ് കൺഫേം ആയി കഴിഞ്ഞു. അൽ ഹിലാലിൽ നിന്ന് വലിയൊരു ഓഫർ ബ്രൂണോയെ തേടി വന്നതാണ്. അവരെ ഡയറക്ടറൊക്കെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ അമോറത്തിനടുത്ത് സംസാരിച്ചപ്പോ പുള്ളി പോകണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോ ക്ലബിനും പുള്ളിയെ വിറ്റിട്ട് കിട്ടുന്ന പൈസ വേണ്ട എന്നുള്ള ഒരു ന്യൂസും കേൾക്കുന്നുണ്ട്. എന്തായാലും ഫാമിലി ഒക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പുള്ളി പോകേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അമോറത്തിന്റെ പ്ലാനിൽ അടുത്ത സീസണിൽ പുള്ളി എവിടെയായിരിക്കും കളിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മിഡ്ഫീൽഡ് ആയിരിക്കും കളിക്കാൻ നമുക്കറിയാം. പക്ഷെ മിഡ്ഫീൽഡിൽ സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് ചിലപ്പോ ഡിഫെൻസീവിലൊന്നും കൊണ്ടുവരാൻ ബ്രൂണോക്ക് കഴിയാറില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. എന്തായിരിക്കും അമോറത്തിന്റെ പ്ലാൻ എന്ന് കണ്ടറിയേണ്ട സിറ്റുവേഷൻ ആണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സാൻചോയുടെ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ചെൽസി സാൻചോനെ വാങ്ങിക്കാൻ ഉദ്ദേശമില്ല. 5 മില്യന്റെ ഒരു പെനാൽറ്റി കൊടുത്തുകൊണ്ട് ലോൺ ഡീലൊക്കെ കഴിഞ്ഞിട്ട് സാൻചോയെ തിരിച്ച് യുണൈറ്റഡിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ സാൻചോയുടെ സാലറി തന്നെയാണ്. ഇപ്പൊ 300K പ്ലസ് സാലറി പുള്ളിക്ക് കിട്ടുന്നുണ്ട്. ഇത് കൊടുക്കാന്ന് പറയുന്നത് വലിയൊരു ബാധ്യത തന്നെയാണ്. അതിന്റെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ സാൻചോയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുമില്ല. ഇപ്പൊ യുണൈറ്റഡ് പുള്ളിയെ ഇനിയും ഒരു എക്സ്റ്റൻഡഡ് കോൺട്രാക്റ്റിൽ വെച്ചുകൊണ്ടിരിക്കുവോ അല്ലെങ്കിൽ ഈ സമ്മറിൽ സെല് ചെയ്യുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ട കാര്യമാണ്. ചിലപ്പോ ഈ ലോസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് സൗദിയിലേക്കോ മറ്റു ലീഗിലേക്കോ സാൻചോയെ പറഞ്ഞയച്ചാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.